ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാൻ തെരുവീഥികളിൽ പ്രതിഷേധക്കാർ നിറയുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് മഹ്സ അമിനിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്, 2ാം രക്തസാക്ഷിത്വ ദിനം. ആരാണ് ഈ മഹ്സി അമിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിജാബ് ധരിക്കാത്തതിന് പോലീസുകാർ പിടിച്ച് തല്ലിച്ചതച്ച് കൊന്ന ഒരു യുവതിയാണ് മഹ്സ അമിനി. ഈ മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ആയിരക്കണക്കിന് പേർ ഹിജാബ് ഒരു വലിയ പ്രതിഷേധത്തിൽ ആയിരുന്നു. അവരെ ശക്തമായി നേരിട്ട പോലീസും പോലീസും ചേർന്ന് കൊന്നൊടുക്കിയത് 500ഓളം പേരെയാണ്. 20,000 പേരെ ജയിലിലടക്കേണ്ടി വന്ന വലിയ സംഭവത്തിൻ്റെ 2ാം വാർഷികത്തിൽ വീണ്ടും ഹിജാബ് ഊരിക്കൊണ്ട് സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. അവരെ പിന്തുണച്ച് ജയിലിൽ നിന്ന് പോലും അവരെ പിന്തുണയ്ക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ജയിലിലുള്ള തടവുകാരും ഇന്ന് ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു. അതായത് സർക്കാരിൻ്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് പേരാണ് അണിനിരക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകയായ നർഗസ് മുഹമ്മദി, വെരിഷെ മൊറാദി, മഹ്ബൂബെ റസായി, പരിവാഷ് മുസ്ലിമി തുടങ്ങിയ വനിതകൾ തന്നെയാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കൂടുതൽ പേർ, ആയിരക്കണക്കിന് പേർ പ്രതിഷേധത്തിൽ ചേരുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യക്കെതിരെ ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല. ഗസയുമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ താരതമ്യം ചെയ്ത ആയത്തുള്ള ഖമേനിയെ പോലുള്ളവർ ഇത് കണ്ണു തുറന്ന് കാണണം. സ്വന്തം നാട്ടിൽ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ പോലും അവകാശമില്ലാതെ, ഇല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ അവകാശമില്ലാത്ത ഒരു രാജ്യത്ത് സ്ത്രീകളെ അടിച്ചും മർദ്ദിച്ചും ഒക്കെ കൊല്ലുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് ഖമേനി ഇന്ത്യക്കെതിരെ വിഷം തുപ്പിയതെന്നുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.